മുഖ്യമന്ത്രിയും പബ്ലിക് റിലേഷൻസ് പ്രവർത്തനവും. കേസൻ വേറെ, PR വേറെ എന്ന ഒരു രീതിയിലാണ് മുഖ്യമന്ത്രി സാധാരണ സംസാരിക്കാറ്. അതായത് കേസിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല, പിന്നെയല്ലേ കാണുന്ന ആ തരത്തിലാണ് നിഷേധാത്മകമായ രീതിയിൽ മുഖ്യമന്ത്രി സംസാരിക്കാറുള്ളത്. ഇങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതവും തോന്നേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ രാഷ്ട്ര മീമാംസകരും അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ലോകത്തെമ്പാടുമുള്ള വിദഗ്ധരായ ഈ പറയപ്പെട്ട രാഷ്ട്രമീമാംസകരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുകയും അടിവരയിടുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകളും സ്വേച്ഛാധിപത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഡെമോക്രസി ഇല്ല. ഡെമോക്രസി ആണെങ്കിൽ ജനക്ഷേമമാണ് അതിൻ്റെ മുഖമുദ്ര. നമുക്കറിയാം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളാൽ തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഒരു ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനക്ഷേമത്തിന് വേണ്ടിയാണ് ഡെമോക്രസിയിൽ ഭരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ പറയപ്പെട്ട വിശാരദരൊക്കെ അഭിപ്രായപ്പെടുന്ന അവരുടെ മഹത് ഗ്രന്ഥങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജനക്ഷേമം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം തന്നെ കളഞ്ഞു പോയതുപോലെയാണ്. ജനാധിപത്യത്തിലാകട്ടെ അത് സ്വേച്ഛാധിപത്യത്തിലാകട്ടെ, ഉദാഹരണത്തിന് ഷീ ജിൻപിങ്ങിൻ്റെ ചൈന എടുക്കുക, അതുപോലെ തന്നെ പുതിൻ്റെ റഷ്യ എടുക്കുക, അതുമല്ലെങ്കിൽ നോർത്ത് കൊറിയ എടുക്കുക. ഈ രാജ്യങ്ങളെ മാത്രം നോക്കണ്ട, മറ്റ് ഡെമോക്രസീസോ ഒക്കെ എടുത്താൽ തന്നെയും ഗവൺമെൻറ്റുകൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അതായത് ഭരണാധികാരികൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? അവർക്ക് വീണ്ടും വീണ്ടും ഭരണത്തിൽ വരണം. അതായത് ഒരിക്കൽ ഭരണചക്രം തിരിക്കാൻ തുടങ്ങിയാൽ അത് മറ്റാരിലേക്കും കൈമാറ്റം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. സ്വന്തം അധികാരത്തിന് കീഴിൽ സ്വന്തം കരങ്ങളിലായിരിക്കണം ആ അധികാരം. അങ്ങനെ ആ അധികാരം വീണ്ടും വീണ്ടും പിടിച്ചെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഈ പറയപ്പെട്ട പബ്ലിക് റിലേഷൻസ് വർക്ക്. അതായത് അത് ആ ഗവൺമെൻറ്റിൻ്റെ തന്നെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കൊണ്ടല്ല ചെയ്യുന്നത്, പുറത്തുനിന്ന് പുറം കരാർ, അതായത് വലിയ 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 പദ്ധതി പോലെ വലിയ തുകയ്ക്ക് കരാർ കൊടുത്താണ്. അതും ഇപ്പോൾ വളരെ ഈസിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ യുഗത്തിൽ ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ, എവിടെയോ ചെയ്ത കാര്യങ്ങളുടെ വസ്തുത മതി അത് ഇവിടെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട്. അത് വരുന്നതിന് മുൻപ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പ്രവൃത്തി പഥത്തിൽ വരുന്നത് ഈ അടുത്ത കാലത്താണ്. അതിനും വളരെ മുൻപ് തന്നെ ഗവൺമെൻറ്റുകൾ ഈ തരത്തിൽ ഈ സ്വേച്ഛാധിപത്യപരമായ പരാക്രമം കാണിക്കുന്ന ഗവൺമെൻറ്റുകൾ അതിനുവേണ്ടി വലിയ തുകയ്ക്ക് ഇങ്ങനെയുള്ള PR ഏജൻസികളെ കടമെടുക്കുകയും അങ്ങനെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് നമുക്കറിയാം, മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദത്തിൻ്റെ കാലം വരെ, അതുവരെ ഒരു ഗവൺമെൻറ്റും LDF ഗവൺമെൻറ് ആകട്ടെ UDF ഗവൺമെൻറ് ആകട്ടെ ഇത്രയധികം PR വർക്കിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിരുന്നില്ല, പണം വ്യയം ചെയ്തിരുന്നില്ല. അവരുടെയൊക്കെ PR വർക്ക് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ PRD വകുപ്പ് എന്തു പറയുന്നുവോ അത് മാത്രമായിരുന്നു, അല്ലെങ്കിൽ PRD വകുപ്പിനെ കൊണ്ട് എന്തു പറ്റുമോ അത് മാത്രമായിരുന്നു. അതും വളരെ പരിമിതമായ തോതിൽ മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ PR വർക്കിന് വേണ്ടി വളരെ നാമമാത്രമായ തുകയാണ് ചെലവഴിച്ചിരുന്നത്. അതിപ്പോഴും ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, PR വകുപ്പിന് PRD വകുപ്പിന് വേണ്ടി എന്തുമാത്രം ചെലവഴിച്ചു, എന്തൊക്കെ അവർ ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരുണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. ഒന്നും സൃഷ്ടിച്ചില്ല. അഥവാ ഗവൺമെൻറ് സൽപ്പേരുണ്ടാക്കാൻ അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയുമായി നടന്നാണ്, ജനങ്ങളെ നേരിൽ കണ്ടാണ് അവർക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് പ്രവർത്തനം നടത്തിയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നേരിൽ ജനങ്ങളെ കണ്ടല്ല പ്രവർത്തനം നടത്തുന്നത്. ഇതുപോലെ ജനങ്ങളെ കാണാതെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാതെ PR വർക്ക് വഴിയായിട്ട്, അതായത് അങ്ങനെയാണ് കേസിനൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ഈ കേസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കണം. പൊതുവെ LDFൻ്റെ നീതിബോധം എന്ന് പറയുന്നത് മൂലധനം മൂർധാബാദ് എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിലോ ആരാണ് ഈ കേസിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ കാര്യം കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട് ദ ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്തു എന്നൊക്കെ പറയാൻ പൊട്ടിപ്പുറപ്പെട്ട ആള് എന്ന് പറയുന്നത് മിസ്റ്റർ സുബ്രഹ്മണ്യനാണ്. ആരാണ് ഈ മിസ്റ്റർ സുബ്രഹ്മണ്യൻ? അദ്ദേഹം റിലയൻസിന്റെ ഫേമിൽ വർക്ക് ചെയ്യുന്ന, റിലയൻസിനോട് അതിന് മുകേഷ് അംബാനിയുമായിട്ട് വളരെ അടുപ്പമുള്ളയാളാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ മൂലധനം മൂർധാബാദ്
എന്നുള്ളത് എന്തർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഓർത്തു. സത്യത്തില് മാർക്സ് പോലും മൂലധനം മൂർധാബാദ് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ് ചെയ്തത്? മൂലധനം ഉപയോഗിച്ച് തന്നെ വേണം ഉൽപാദനം നടത്താൻ, എങ്കിലേ ഉൽപാദനം നടത്താൻ പറ്റൂ. പക്ഷെ അങ്ങനെ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുമ്പോൾ ആ ഉൽപാദനത്തിൽ നിന്ന് ലഭിക്കുന്നത് മുഴുവനും മൂലധനക്കാരന്റെ തന്നെ പോക്കറ്റിലേക്ക് പോകാതെ, അടിമകളെ പോലെ ജോലിക്കാരെ, തൊഴിലാളികളെ കണക്കാക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടത്ര വിഹിതം, ഉചിതമായ വിഹിതം കൊടുക്കണം, അവർക്ക് വിശ്രമം കൊടുക്കണം. ഇതൊക്കെയായിരുന്നു മാർക്സ് പറഞ്ഞിരുന്നത്. അതേ സമയത്ത് ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജനം നികുതിയായി കൊടുക്കുന്ന പണം, ആ പണം, അതായത് എല്ലാ പ്രാവശ്യവും ബഹുമാനപ്പെട്ട ധനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗവേളയിൽ പറയും, റവന്യൂ വരുമാനത്തില്, അതായത് നികുതി വരുമാനത്തിൽ ഇത്ര ശതമാനം വർധനവുണ്ടായി, നല്ല കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു എന്നൊക്കെ. പക്ഷെ എവിടെ പോകുന്നു ഈ കുതിച്ചുചാട്ടമൊക്കെ? നമുക്കറിയാം. നമുക്ക് മെഡിക്കൽ കോളേജിന്റെ കാര്യം ഓർത്തു നോക്കാം. മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബ് പ്രവർത്തിക്കുന്നില്ല, ഒരു ലാബേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു ലാബ് പ്രവർത്തിക്കാതിരിക്കുന്നു എന്നുവെച്ചാൽ അതിന്റെ ഉപകരണങ്ങളൊക്കെ നശിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും മെഡിക്കൽ ആരോഗ്യരംഗം കൊള്ളമായിട്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വന്നു കയറാത്ത മാരക രോഗങ്ങളില്ല. അതായത് എല്ലാത്തരം രോഗങ്ങളും തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര മോശമായ ആരോഗ്യ രംഗമാണ് കേരളം ഇപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നത്. മസ്തിഷ്ക ജ്വരമൊക്കെ, അതിനൊക്കെ പ്രതിവിധി കാണാനായിട്ട് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയാൽ മതി. എവിടെയൊക്കെ മലിനജലമുണ്ടോ അതൊക്കെ കൃത്യമായി ശുദ്ധീകരിച്ച് നവീകരിക്കണമെന്ന ഓർഡർ 24 മണിക്കൂറിനകം പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അതായത് ആവശ്യപ്പെടുക എന്ന് വെച്ചാൽ അവരെ ബോധവൽക്കരിക്കണം, അവർക്ക് അതിനുള്ള ഫണ്ട് കൊടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം കൊടുത്തുകൊണ്ട് വേണം ഇന്ന ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കണം, മസ്തിഷ്ക ജ്വരം ഇല്ലാതെയാക്കണം. പക്ഷെ ഇതാ ഓരോ ദിവസവും നമ്മൾ മസ്തിഷ്ക ജ്വരം പോലെ പല പുതിയ പുതിയ രോഗങ്ങളെ പറ്റി കേൾക്കേണ്ട ഒരവസ്ഥയാണല്ലോ. അപ്പൊ അങ്ങനെ, അതായത് നികുതി പിരിച്ചെടുക്കുന്ന പണം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. പകരം എന്തിനാണ് ആ പണം ഉപയോഗിക്കുന്നത്? ഇതുപോലെയുള്ള PR ഏജൻസികൾക്ക് കൊടുക്കാൻ വേണ്ടി വലിയ തോതില് തിരിമറി നടത്തുകയാണ്. അതായത് വക മാറ്റി ചെലവഴിക്കുകയാണ്. ഇത് തന്നെയാണ് CAGയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുക. ആ CAG റിപ്പോർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, വലിയ തോതിൽ വകമാറ്റി ചെലവഴിക്കുന്നു. അതുകൊണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് കൊണ്ട് എന്തുകൂടി സംഭവിക്കുന്നു? CAG ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുമ്പോൾ, അതിനു മുൻപേ ഇന്റേണൽ ഓഡിറ്റിംഗ്, ഗവൺമെന്റിന്റെ ഓരോ വകുപ്പിനും ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്. ആ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിയിരിക്കണമെന്ന് നിഷ്കർഷയുണ്ട്. പക്ഷേ CAG ഞങ്ങൾ ഇതാ ഇന്ന വകുപ്പുകളിൽ ഓഡിറ്റിങ്ങിന് വരുന്നു എന്ന് നോട്ടീസ് കൊടുക്കുമ്പോഴാണ് അവിടേക്ക് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുക. അപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തുന്നു. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിംഗ് വിഭാഗം പറയുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നില്ല ഗവൺമെന്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആരുടെ ഭാഗത്താണ് കുറ്റം? എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് ഇഷ്ടം പോലെ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് ശമ്പളവും ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ഓഡിറ്റിങ്ങിന് വരുമ്പോൾ വേണ്ട, നോ നോ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? കാരണം ആ വകുപ്പിൽ ചെലവഴിക്കേണ്ടിയിരുന്ന പണം അവിടെ ചെലവഴിച്ചില്ല, അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, ഇതുപോലെയുള്ള PR ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്നു. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അതുപോലെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പറയുന്നു, ഞങ്ങൾ ഓഡിറ്റിംഗ് നടത്തിയെടുത്ത് ഒക്കെ ഇങ്ങനെ വകമാറ്റി ചെലവഴിക്കില്ല എന്നതാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ പ്രോപ്പറായിട്ട്, അതായത് സർക്കാർ നികുതിയേതര വരുമാനം വഴി സംഭരിക്കുന്ന പണം ഓരോ വകുപ്പിനും ഇത്ര എന്നുള്ളത് മാറ്റിക്കളയുന്നു. മാറ്റി അതൊക്കെ ഇതുപോലെയുള്ള ഈ അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി, ഇത് നമ്മളെ സംബന്ധിച്ച്, ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച്, വോട്ട് ചെയ്ത് ഗവൺമെന്റിനെ ഭരണത്തിലാക്കിയ ജനങ്ങളെ സംബന്ധിച്ച് അനാവശ്യ ചെലവുകളാണ്. അവർക്ക് വേണ്ടത് ഓരോ പദ്ധതിയും, ഇപ്പൊ ഭവനം പദ്ധതി തന്നെ നമുക്കറിയാം. എന്താണ് ഭവനം പദ്ധതിക്കൊക്കെ വീട് ഒക്കെ പൊളിച്ചു മാറ്റി ഷെഡിൽ കഴിയാൻ തുടങ്ങിയിട്ട് 2-3 വർഷം കഴിഞ്ഞ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കണ്ണീര് കാണുന്നു നമ്മൾ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്ന്. പക്ഷേ ഈ PR ഏജൻസീസ് ഇലക്ഷൻ വരുമ്പോഴത്തേന്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരും, മറ്റ് ഇലക്ഷൻസ് വരും, അങ്ങനെ അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ വരും, അങ്ങനെയൊക്കെ ഇലക്ഷൻ ഓരോന്നായിട്ട് വരുമ്പോഴേക്ക് ഇവരെന്ത് ചെയ്യും? ഈ PR ഏജൻസീസ് അവരുടെ ഭാവനയിൽ കാണുന്ന തരത്തിലുള്ള ഒരു കേരളത്തെ വരച്ചു കാണിക്കും. ആ വരച്ചു കാണിക്കുമെന്ന് മാത്രം അതല്ല, അത് കേരളത്തിലെ തിയേറ്ററുകളിൽ കാണിക്കും, കേരളത്തിന് വെളിയിലെ പല സംസ്ഥാനങ്ങളിലെയും തിയേറ്ററുകളിൽ കാണിക്കും. ഇതിനൊക്കെ പണച്ചെലവുണ്ട്.
അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർക്കുക, ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? ഈ പറയപ്പെട്ട ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഡൽഹിയിൽ വെച്ച് അഭിമുഖം നടത്തുമ്പോൾ നേരിട്ട് പറയാതിരുന്ന കാര്യം, അഭിമുഖം കഴിഞ്ഞ് അദ്ദേഹം പോന്നതിന് ശേഷം തിരികെ കയറ്റാനാണ് മിസ്റ്റർ സുബ്രഹ്മണ്യൻ അത് കൊണ്ടു ചെല്ലുന്നതും. അപ്പൊ അതൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഞാൻ അവിടെ നേരിട്ട് പറയില്ല, പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊള്ളണം എന്നൊക്കെ അവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അവിടെ വെച്ച് സീരിയസ് ആയിട്ടും ഗൗരവമായിട്ടും പറഞ്ഞു എന്ന് പറയുന്നത്, മലപ്പുറം ജില്ല കള്ളക്കടത്തിന്റെ, അതായത് സ്വർണം കള്ളക്കടത്ത്, മറ്റേ ഹവാല പണം, ഇതിൻ്റെയൊക്കെ ഒരു ഹബ്ബാണ്. അതുപോലെ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും, അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ഈ രണ്ട് ആശയങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കൊണ്ടുവന്നത്, തിരികെ കയറ്റിയത്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ചോദിച്ചിരിക്കുന്നു, എന്നു മുതലാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, അതായത് പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണത്തിൽ വന്ന കാലം മുതൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് കാണിച്ചു തരൂ എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അദ്ദേഹം വളരെ യുക്തിസഹമായിട്ടാണ് ഇടപെടുന്നത് അപ്പോൾ അക്കാര്യത്തിൽ. കാരണം ഇങ്ങനെ ഗവൺമെന്റിന് അറിയാമായിരുന്നെങ്കിൽ അത്തരം ദേശവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവരെയും കള്ളക്കടത്ത് നടത്തുന്നവരെയും കണ്ടെത്തുകയും അവരെ അഴികുള്ളിലാക്കുകയും ചെയ്യേണ്ടതാണ്. അവർക്ക് എതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരാൾക്കെതിരെ പോലും നടപടി എടുത്തതായിട്ട് കേരളത്തിൽ ആർക്കും അറിയില്ല, ഗവർണർക്കും അറിയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത്, എന്ത് ആക്ഷൻ എടുത്തു എന്ന് പറയണം. അങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ദിനപത്രത്തിന് പറ്റിയ ഒരു അബദ്ധമാണ്, ആ അബദ്ധത്തെ പറ്റി അവർ മാപ്പ് ചോദിച്ചു, അതോടെ ആ കഥ കഴിഞ്ഞു. പിന്നെയും മാധ്യമങ്ങളാണ് ഇതും പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. അതായത് മാധ്യമങ്ങളുടെ തലയിൽ പഴിചാരി അവരെ മണ്ടരാക്കിക്കൊണ്ട് തലയൂരാനുള്ള ഒരു ശ്രമം. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിമുഖം? ഈ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ നടത്തിയിരുന്നു, നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ സംഗമം കണ്ടതാണ്. അദ്ദേഹം ഇതൊക്കെ നേരെ തുറന്നു പറയുന്ന ആ വെളിപ്പെടുത്തൽ നമ്മൾ തന്നെ കേട്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് ഈ ഹിന്ദു ദിനപത്രവുമായിട്ട് കേരളത്തിൽ വെച്ചൊരു അഭിമുഖം നടത്തുന്നതിന് പകരം എന്തുകൊണ്ടാണ് ദില്ലിയിൽ വെച്ച് അങ്ങനെ ഒരു അഭിമുഖം നടത്തിയത്? അതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും സംശയിക്കപ്പെടേണ്ട കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ദില്ലിയിലാണെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് അത് ദില്ലിയിൽ തന്നെ, അതായത് അവർ തമ്മിൽ ഒരു കണ്ണൈവൻസ്, അതായത് ഒരു ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും ദുഷ്ടലാക്കോട് കൂടി തന്നെയാണ് ഡൽഹിയിൽ തന്നെ ഹിന്ദുവിനെ കണ്ട് ഹിന്ദുവിന്റെ ഒരു അഭിമുഖം എടുക്കുന്നത്. ആ അഭിമുഖം കഴിഞ്ഞ ആ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര മന്ത്രി ഗിരിരാജ് സിംഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിഭജന ശേഷം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ അനുവദിച്ചത് തെറ്റിപ്പോയി. ഈ അഭിമുഖം നടത്തിയ അടുത്ത ദിവസമാണ് ഈ ഗിരിരാജ് സിംഗ്, ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞ മോദി സർക്കാരിലും മന്ത്രിയായിരുന്നു, ഈ മോദി സർക്കാരിലും മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, മുസ്ലിങ്ങളെ വിഭജന ശേഷം ഇവിടെ തുടരാൻ അനുവദിച്ചത് തെറ്റിപ്പോയി. ഗിരിരാജ് സിംഗ് എങ്ങനെ ഇന്ത്യയിലെ ഒരു പൗരനാണോ അതുപോലെ ഇന്ത്യയിലെ പൗരന്മാരാണ് മുസ്ലിങ്ങളുമെന്ന് മനസ്സിലാക്കാത്ത, അത് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആരും മനസ്സിലാക്കുകയില്ല എന്ന് കരുതുന്ന മന്ത്രിമാർ ഭരിക്കുന്ന ഇന്ത്യയുടെ കഷ്ടകാലം എന്ന് തന്നെയല്ലേ അതിന് പറയാനൊക്കൂ. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് സൽമാൻ റുഷ്ദിയുടെ വാക്കുകളാണ്. സൽമാൻ റുഷ്ദിയെ കൊലയ്ക്ക്, അതായത് പാരിതോഷികം പ്രഖ്യാപിച്ചത് ഇസ്ലാമിക രാജ്യമായ ഇറാനായിരുന്നു. അദ്ദേഹത്തിന്റെ വധശ്രമം നടന്നത് അമേരിക്കയിൽ വെച്ചായിരുന്നു, ഏകദേശം 1.5 വർഷം മുൻപാണെന്ന് തോന്നുന്നു. അതിനൊക്കെ മുൻപ് ഇന്ത്യയിൽ വെച്ച് പറഞ്ഞത്, അദ്ദേഹം ഇന്ത്യക്കാരനായ എഴുത്തുകാരനാണ്, ആദരണീയനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഒരു സ്ത്രീയായി, ഒരു ദളിതായി, ഒരു മുസ്ലിമായി ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് പശുവായി ജനിക്കുന്നത്. നമുക്കറിയാം, പശുവിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ കൊല്ലുന്നുണ്ട് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഉണ്ട്, കർണാടകത്തിലൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. അപ്പം ഇങ്ങനെ, അതായത് ഇത്ര മ്ലേച്ഛമായ രീതിയിൽ ഒരു കാര്യം പോലും ഗിരിരാജ് സിംഗ് മറന്നുപോയി. ഏത് ജാതിയിൽ ജനിക്കുന്നു എന്നുള്ളത് ആ ഭ്രൂണത്തിൽ പിറക്കുന്ന കുഞ്ഞിൻ്റെ ചോയ്സ് അല്ല, അവിടെ ഈശ്വരന്റെ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത്.
എവിടെ ജനിക്കുന്നു, എങ്ങനെ ജനിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അവിടെയാണ് ഏതാണ്ട് മനുഷ്യൻ ചൂസ് ചെയ്ത് ജനിച്ച രീതിയിലാണ് ഗിരിരാജ് സിംഗ് പറയുന്നത് കേട്ടാൽ തോന്നും. ഇങ്ങനെയുള്ള മന്ത്രിമാരെ ഭരണത്തിലേറ്റിയ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ട അടിയാണ് ഇത് എന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗിരിരാജ് സിംഗ് പറഞ്ഞ അതിൻ്റെ അതേ ദിവസം തന്നെ പത്രത്തിൽ വന്ന മറ്റൊരു വാർത്തയുണ്ട്. 2041 അസം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകും. അത് ഹിമന്ത ബിശ്വ ശർമ്മയാണ് പറഞ്ഞിരിക്കുന്നത്, അസം മുഖ്യമന്ത്രി. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ 10 വർഷം കൂടുമ്പോഴും ആസാമിലെ മുസ്ലിം ജനസംഖ്യ 30% വർദ്ധിക്കുന്നു. അതേ സമയത്ത് ഓരോ 10 വർഷം കൂടുന്തോറും ഹിന്ദു ജനസംഖ്യ 16% വർദ്ധിക്കുന്നുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യാനാണ്? വിശ്വശർമ്മ ശ്രമിക്കട്ടെ, ഹിന്ദു പോപ്പുലേഷനും 30%, 35%ആയിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കട്ടെ. അതായത് ഒരു കുട്ടി മതി എന്ന നയവുമായിട്ട് മുന്നോട്ട് പോയ ചൈന അവസാനം എല്ലാം തല നരച്ച് വൃദ്ധരായി തീർന്നു എന്ന് മനസ്സിലാക്കി ഉൽപാദനക്ഷമത മുഴുവനും, അതായത് രാഷ്ട്രത്തിന്റെ ഉൽപാദനക്ഷമത മുഴുവനും പോയി GDPയുടെ വളർച്ച കുറയുന്നു എന്ന് കണ്ടപ്പോൾ ഒരു കുട്ടി പോരാ, 2 കുട്ടിയോ അതിലധികമോ ആകാമെന്ന നയത്തിലേക്ക് വന്നു. അപ്പൊ അന്നൊക്കെ ലോകത്തെ 1ാം പോപ്പുലേഷൻ ആയിരുന്ന ചൈന ഇപ്പോൾ 2ാം സ്ഥാനത്താണ്, 1ാം സ്ഥാനത്ത് നമ്മളാണ്. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് മോശമല്ല, ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ഇപ്പൊ ഹിന്ദുക്കളും പെറ്റുപെരുകണം എന്ന് വിചാരിച്ചാൽ പെറ്റുപെരുകാൻ ആവശ്യപ്പെടണം ഇത്തരം ഭാവനാ സമ്പന്നരായ മുഖ്യമന്ത്രിമാരും ഒക്കെ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ്, അതായത് ഇത്തരം ചിന്തകളാണ് കേന്ദ്ര ഗവൺമെന്റിനെയും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനോട് അനുകൂലമുള്ള മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെയും ചിന്താധാര ഈ തരത്തിലാണ്. മുസ്ലിങ്ങളെ പറ്റി, അവരുടെ പോപ്പുലേഷൻ വളർച്ചയെപ്പറ്റി ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് ആണ് ഈ സൽമാൻ റുഷ്ദിയുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സ്ത്രീയായി, ഒരു ദളിതായി, ഒരു മുസ്ലിമായി ഇന്ത്യയിൽ ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പശുവായി ജനിക്കുന്നത് എന്ന്. അങ്ങനെ ആദരണീയനായ എഴുത്തുകാരനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നുവെങ്കിൽ അത്ര മ്ലേച്ഛമായ ഒരു രീതിയിലുള്ള പെരുമാറ്റം അതാണ് ഇന്ത്യയിൽ പല ജാതികളോടും സവർണ ഹിന്ദുക്കൾ കാണിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ സവർണ ഹിന്ദുക്കൾ കാണിച്ചോട്ടെ, പക്ഷെ ഭരിക്കുന്ന ഗവൺമെന്റും ആ ഇച്ഛാശക്തി തന്നെ അതുപോലെയാണ് കാണിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഒരു ജനത്തിന് അത് പൊറുക്കാൻ കഴിയുക? അപ്പൊ അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ളവരെ, അത്തരം ആശയം പൊക്കിപ്പിടിക്കുന്നവരെ പ്രീണിപ്പിക്കുക. അങ്ങനെ പ്രീണിപ്പിക്കണമെങ്കിൽ ഒരു ലെഫ്റ്റ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും സ്വന്തമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കാണും. നമുക്കറിയാം 2016-17 മുതൽ ഇങ്ങോട്ട് സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ അതുപോലെ എന്തെല്ലാം തരം കഥകളാണ് അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തിൽ കിടന്ന് ഇങ്ങനെ കൈകൊട്ടിക്കളിയുമായിട്ട് നടന്ന് കളിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്, പ്രതിക്കൂട്ടിൽ കയറാതെ ജയിലിൽ കിടക്കാതെ അദ്ദേഹവും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഈ തരത്തിലുള്ള കേണുള്ള അഭയം യാചിക്കൽ മൂലമാണ്. ഇതൊരു അഭയം യാചിക്കലാണ്. അതായത് ഞാൻ ശക്തമായിട്ടും തങ്ങളുടെ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്, എനിക്കെതിരെ ആക്ഷൻ എടുക്കരുത് എന്ന് വിനീതമായി കൂപ്പുകൈയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യം അതുപോലെയാണ് നമുക്ക് ആ ഡൽഹിയിൽ വെച്ച് നടത്തിയ അതിന് വേണ്ടിയാണ്. അപ്പൊ ആ കൂപ്പുകൈ ആയിരുന്നു ഈ മലപ്പുറത്തെ പറ്റിയുള്ള പരാമർശം. നമുക്കറിയേണ്ടതാണ്, ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് അവിടെ നിന്ന് കള്ളക്കടത്ത് ഇഷ്ടം പോലെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തും ഹവാല പണം ഇടപാടും എല്ലാം നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷെ അത് എല്ലാ ജില്ലകളിലുമുണ്ട്. ഈ മലപ്പുറത്തിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ ദേശവിരുദ്ധ പ്രവർത്തനം എല്ലായിടത്തും ഉണ്ട്, അവിടെ കൂടുതലായിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ചങ്ങലക്കിടേണ്ട ഗവൺമെന്റാണ് ഇത് പരസ്യമായിട്ട് പത്രങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണ് അതായത് PV അൻവർ മിണ്ടാപ്പൂച്ചയായിരുന്നു, കലമുടച്ചു. ആ കലമുടച്ചു കഴിഞ്ഞപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെ ചുറ്റി കറങ്ങുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യ. ഇനി എന്ത് ചെയ്യണം എന്ന ആദിയോടുകൂടി, ഇനി എന്തൊക്കെ പുറത്തു വരാനിരിക്കുന്നു, ഞാൻ മൂടി വെച്ചതെല്ലാം പുറത്തു വരുമല്ലോ എന്ന് കരുതി ആദി പിടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ വന്നുപോയ ഒരു അബദ്ധമായിരിക്കാം ഇത്. പക്ഷെ അങ്ങനെ ഒരു അബദ്ധം വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഏതൊക്കെ PRD എന്ന് പറയുന്ന ഒരു സർക്കാരിന് PRD എന്ന് പറയുന്ന വകുപ്പ്
പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു സാധാരണ വകുപ്പ് മാത്രമായിരുന്നു. പക്ഷെ ആ വകുപ്പിന് എത്ര ഉപവകുപ്പുകൾ വന്നു എന്ന് നമ്മൾ തിരിച്ചറിയാനാണ്. എന്തുമാത്രം പണമാണ് ഈ PRD, അതായത് PR വർക്കിന് വേണ്ടി ക്രമരഹിതമായി ഖജനാവിനെ മുടിച്ചുകൊണ്ട് എടുത്ത് ചെലവഴിക്കുന്നത് എന്നറിയണമെങ്കിൽ, അതായത് ജനക്ഷേമത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിന് വിനിയോഗിക്കേണ്ട പണം ഈ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് പാർട്ടിയെ തളർത്തുകയാണ് ചെയ്യുന്നത്, പാർട്ടിയെ വളർത്തുകയല്ല. ആകെ അവിടെ വളർത്തുന്നത് ഒരേ ഒരു വ്യക്തിയെയാണ്. വീണ്ടും ഭരണത്തിൽ വരാൻ പറ്റുമ്പോൾ പാർട്ടിക്ക് അതൊരു സഹായമാണ്. പക്ഷേ എത്ര പ്രാവശ്യം ഭരണത്തിൽ വന്നാലും വന്നു കഴിഞ്ഞ അവസാനം വെസ്റ്റ് ബംഗാളിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകും. എന്താണ് വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. 25 ലക്ഷത്തിലധികം ബംഗാളികൾ കഞ്ഞി കുടിക്കുന്നത് കേരളത്തിൽ വന്ന് കൂലിപ്പണി ചെയ്തിട്ടാണ്. അപ്പൊ ആ തരത്തിലേക്ക് ബംഗാളിനെ അധപ്പതിച്ചതിന് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് കൊടുക്കേണ്ട കരണത്തടിയാണ്. ആ അവസ്ഥയിലേക്ക് കേരളത്തെയും കൊണ്ടുപോവുകയാണ്. കാരണം നമുക്കറിയാം ഈ PRD വകുപ്പില് എത്ര ഉപവിഭാഗങ്ങളെയാണ് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ PRD വകുപ്പിൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഉപവകുപ്പുകളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്നാമത് നമുക്ക് പറയേണ്ടത് പ്രസ് സെക്രട്ടറി, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രസ്സുമായിട്ട് ബന്ധപ്പെടുത്തുന്ന സെക്രട്ടറിയാണ് പ്രസ് സെക്രട്ടറി. അതുകൂടാതെ പബ്ലിക് റിലേഷൻസ് വകുപ്പുണ്ട്. ആ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് കീഴിലെ, അതായത് IAS ഉദ്യോഗസ്ഥനാണ് അതിന്റെ ഡയറക്ടർ. ആ സ്ഥാനം സെക്രട്ടേറിയറ്റ് തന്നെയാണ്. അതാണ് അപ്പോൾ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്ന് പറഞ്ഞ ഒരു IAS ഓഫീസർ ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു വകുപ്പാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സമൂഹ മാധ്യമ ടീമുണ്ട്. അതിൽ 12 അംഗങ്ങളുള്ള 12 ഉദ്യോഗസ്ഥരാണ്. ഈ 12 ഉദ്യോഗസ്ഥരും വേണ്ടപ്പെട്ടവരായിരിക്കും. ആർക്ക് വേണ്ടപ്പെട്ടവർ? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ വകുപ്പിനും വേണ്ടപ്പെട്ടവരായിരിക്കും 12. അങ്ങനെയുള്ള 12 ഇവരൊക്കെ ഇപ്പോഴുള്ളതാണേ. പണ്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ IAS ഓഫീസർ ഡയറക്ടറായിട്ടുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പ് മാത്രമായിരുന്നു ഉള്ളത്. അതായത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ PRD വകുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോഴുള്ള ഈ വകുപ്പുകളൊക്കെ. ഒരു പക്ഷേ PRDയെ വളരെ താഴ്ത്തി വെച്ച് അമർത്തിപ്പിടിച്ചുകൊണ്ട് അവയ്ക്ക് മുകളിൽ കളിക്കുന്ന വലിയ സംഘങ്ങളാണ് ഈ പറയപ്പെട്ട മറ്റു വകുപ്പുകളൊക്കെ. ഇനി അതുകൂടാതെ 39 ഏജൻസികൾ അടങ്ങിയ ഒരു അക്രഡിറ്റഡ്, അതായത് 39 അക്രഡിറ്റഡ് ഏജൻസികൾ ഉണ്ട്. ഈ അക്രഡിറ്റഡ് ഏജൻസികൾ ഓരോ ആവശ്യം വരുമ്പോൾ ആ ആവശ്യവുമായി മുൻനിർത്തി ഇവരാണ് PR വർക്ക് ചെയ്യുകയും ഡേറ്റ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ സൃഷ്ടിക്കുക, ഡേറ്റ കുക്ക് ചെയ്യുക. അങ്ങനെ, അതായത് ഡേറ്റ കളക്ട് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവരെന്താണോ പ്രകടിപ്പിക്കാൻ, ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യും. ഈ 39 അക്രഡിറ്റഡ് ഏജൻസികളും ഓരോ ഏജൻസിക്കും ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലി അവര് ഇതുപോലെ വേണ്ട തരത്തില് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് പോലെ എന്ന് പറയേണ്ട, മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഉപദേശകർ ആവശ്യപ്പെടുന്നത് പോലെ പാകപ്പെടുത്തി അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കാനാണ് ഈ 30 അംഗ അക്രഡിറ്റഡ് ഇതുള്ളത്. അതുകൂടാതെ തന്നെയാണ് മാധ്യമ സെക്രട്ടറി എന്താണ് ചെയ്യുക? മുഖ്യമന്ത്രിക്ക് വേണ്ട പ്രസംഗങ്ങളോ മറ്റ് എന്തെങ്കിലുമൊക്കെ കത്തുകളും കാര്യങ്ങളും ഒക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്യേണ്ടത് തയ്യാറാക്കുക. ഈ തയ്യാറെടുപ്പ്, അതായത് എവിടെയൊക്കെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടത്തേക്കുള്ള പ്രസംഗം തയ്യാറാക്കുക, കത്തുകൾ എഴുതി തയ്യാറാക്കുക. ഇത്രയേറെ കാര്യങ്ങൾ PR വർക്കിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകൊട്ടിക്കളി നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്നതിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പുതിയ ഒരു PR ഏജൻസി. ആ PR ഏജൻസി അത്ര മോശം ഏജൻസിയല്ല, വളരെ ശക്തമായ PR ഏജൻസിയാണ്. വലിയ തുക തന്നെ നമ്മുടെ ഖജനാവിൽ നിന്ന് അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലെ PR ഏജൻസി തന്നെ നമ്മൾ കണ്ടു. ആ ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് എന്തും. അത്ര ശക്തമായ ഏജൻസിയാണ് ഉള്ളത്. അതിനകത്ത് തിരികെ കയറ്റി വെച്ചിരിക്കുന്നതൊക്കെ ഇവരുടെ തന്നെ ആൾക്കാരൊക്കെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കേരള സംസ്ഥാനത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നു എങ്കിൽ അതിനെ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഏൽപ്പിച്ചു കൊടുക്കാറുള്ളത്. ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടല്ല. ഊരാളുങ്കൽ സൊസൈറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഗവൺമെന്റിന്റെ പുറം
സൊസൈറ്റി ചൊറിയുന്നു, സൊസൈറ്റിയുടെ പുറം ഗവൺമെൻറ് ചൊറിയുന്നു. അങ്ങനെയാണ് ഈ 39 അക്രഡിറ്റഡ് സംഘങ്ങൾ. ഇവർക്കൊക്കെ ഗവൺമെൻറ് വലിയ തരത്തിലുള്ള താങ്ങാണ്. അതൊക്കെ ഗവൺമെൻറ്റിന് ആവശ്യപ്പെട്ടവരാണ് അതിനകത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു 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 കൂട്ടം മുഖ്യമന്ത്രിക്ക് ചുറ്റും ഇങ്ങനെ കൈകൊട്ടിക്കളി നടത്തി അദ്ദേഹം പറയുന്നത് എന്തോ അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി, ഇനിയും എത്ര ഏജൻസികൾ രംഗത്ത് വരാതെ ഒളിച്ചു കഴിയുന്നുണ്ടാകാം. അവരൊക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് ബിൽഡിംഗ് ആണ്. ഇമേജ് ബിൽഡ് ചെയ്തിട്ടോ മൂന്നാമതൊരു ഭരണത്തിനു കൂടി മുഖ്യമന്ത്രി പ്രാപ്തനായി തിരിച്ചു വരിക, ജനങ്ങളെ കബളിപ്പിച്ച് അങ്ങനെ മൂന്നാം വട്ടവും തിരിച്ചു വരാനാണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. കേസന്റെ PR വർക്കും അതിനു വേണ്ടി തന്നെയാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, യുക്തിസഹമായി ചിന്തിക്കുന്നവരുമാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ LDFന് പറ്റിയ അതേ അടി തന്നെയാകും ഇനി വീണ്ടും ഒരു ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിലും LDFന് പറ്റുക. അതല്ല ഈ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന തരത്തിലാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനം പെരുമാറുന്നത് എങ്കിൽ നമുക്കൊന്നും അവരെ രക്ഷിക്കാൻ സാധിക്കുകയില്ല.